മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല പള്ളിക്കത്തോട് റൂട്ടില് മെയിൻ ഹൈവേയിൽ നിന്നും ഒരു 400 മീറ്റർ ദൂരം അകത്തേക്ക് കയറിയാൽ ഷോപ്പുകള്, ചർച്ച് എന്ന് വേണ്ടുന്ന ആരാധനാലയങ്ങള്, സ്കൂള്, അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ലഭിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ടൗൺഷിപ്പിനടുത്ത് തന്നെ ഇന്ന് 7.5 സെന്റ് സ്ഥലത്തിനകത്ത് 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പുതുപുത്തൻ വീടാണ്. നല്ലൊരു വില്ല പോലെ ഡെവലപ്പായ നല്ലൊരു മേഖലയിൽ ഏറ്റവും ആദ്യത്തെ വീടായിട്ട് തന്നെ ഇരിക്കുന്ന ഈ വീടിന് കിണർ വെള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് 52 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കടന്നു ചെല്ലാം. ഇതാണ് മീനച്ചൽ ഹോംസിന്റെ പുതുപുത്തൻ വീഡിയോ. പാല പള്ളിക്കത്തോട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന അതിഗംഭീരമായ ഒരു വീട്. വീടിൻ്റെ ചുറ്റുവട്ടമാണ് നമ്മളൊന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ബാക്കിലെ ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. എല്ലാം തേക്കിൻ തടി കൊണ്ടാണ് വാഹനം കയറിയതിരിക്കേണ്ട. ഫ്രണ്ട് സൈഡ് മുഴുവൻ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. 1300 സ്ക്വയർ ഫീറ്റുള്ള 7.5 സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ഡബിൾ പാളി ഡോറാണ്. അതും തേക്ക് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടുന്ന് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് കയറി കഴിയുമ്പോൾ ലിവിങ് ഏരിയയിൽ ഒരു സൈഡിൽ TV യൂണിറ്റ്, അപ്പുറത്തെ സൈഡിൽ പ്രയർ യൂണിറ്റ് പാർട്ടീഷൻ വർക്കിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയർ യൂണിറ്റ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളാണിത്. ഡൈനിങ് സ്പേസിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിൻ്റെ ഡോറുകളും തേക്ക് തന്നെയാണ്. ബെഡ്റൂം തുറന്ന് നമുക്ക് അകത്തേക്ക് കയറി നല്ല ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ, അങ്ങനെയുള്ള നല്ല എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കബോർഡുണ്ട്. അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക. സെറാഡ് മെറ്റീരിയലുകളാണ് മൊത്തം. ക്ലോസറ്റ്, വാഷ് ബേസിന് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിരിക്കുക. ഷവർ, അതുപോലെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് തരിക. 52 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിലും ക്വാളിറ്റിയുള്ള രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഡൈനിങ് ഹാളിൻ്റെ ഒരു ലുക്ക് കാണുകയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. തുറന്നകത്തേക്ക് കയറുമ്പോൾ ഈ ജനൽപ്പാളികളൊക്കെ ഒരു വലിയ ഘടകമാണ്. നമുക്ക് വീടിനകത്ത് താമസിക്കുമ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചവും വീടിനകത്തേക്ക് കയറി ഇറങ്ങി പോവുക എന്നുള്ളത് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നല്ല ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിനകത്ത് അടിസ്ഥാന ഘടകം. അതുകൊണ്ടാണ് എല്ലാവരും ടൗൺ വിട്ട് ഗ്രാമങ്ങളിലൂടെ താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൾഗ്രാമങ്ങളായിരിക്കില്ല. ഇപ്പോൾ പാലായാണെങ്കിലും പാലായിൽ നിന്നൊരു 4-5 കിലോമീറ്റർ ദൂരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി താമസിക്കുവാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുക. പാല ടൗണിനേക്കാളും ഇപ്പോൾ കൊച്ചി ടൗൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൗണുകളിൽ നിന്ന് മാറി താമസിക്കുവാൻ, പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവാതെ പച്ചപ്പിനകത്ത് താമസിക്കുക എന്നുള്ളൊരു നല്ലൊരു സൈലൻ്റായിട്ട് നമ്മൾ പകൽ മുഴുവൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നു കഴിയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഒന്ന് ശാന്തമായിരിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ വേണമെന്നൊക്കെ പലരും അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ജീവിതത്തിലെ തിരക്കുകളും ടെൻഷനുകളും കൂടുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ളൊരു ശാന്തമായൊരു ലൊക്കേഷനിൽ, എന്നാൽ വില്ല പ്രൊജക്റ്റ് പോലെ തന്നെ 1 ഏക്കർ സ്ഥലത്തിനടുത്ത് പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് മുഴുവൻ വീടുകൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ മുഴുവൻ വീടുകൾ വന്നതിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീടാണിത്. അപ്പോൾ ഇതിനകത്ത് മീനച്ചൽ ഹോംസ് തന്നെ 2-3 വീടോളം സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ലീഗൽ ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മേടിച്ചവരൊക്കെ ലോൺ എടുത്താണ് മേടിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഏകദേശം 3 ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറോളം ലീഗൽ നോക്കി എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന, നല്ല എല്ലാം 100% ക്ലിയർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കാതെ തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമുകളുടെ ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റുകളിലും കിച്ചണിലും ചൂടുവെള്ളം ലഭിക്കും. അപ്പോൾ നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. കിച്ചൺ നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാലുള്ള നല്ല കിച്ചനാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ അങ്ങനെ നല്ല കബോർഡ് വർക്കുകളുള്ള നല്ല ഒരു വീട്ടിലൊരു ഒരു ചെറിയ ഫാമിലിക്ക് ഏറ്റവും നല്ല രീതിയിൽ പാത്രങ്ങളും പലചരക്ക് സാധനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം അടുക്കി പറക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു മനോഹരമായ കിച്ചൺ. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻറ്റും ഈ വർക്ക് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗംഭീരമായ മനോഹരമായ കിച്ചണും വർക്ക് ഏരിയയുമുള്ള നല്ലൊരു വീട്. അത് നമുക്കിതുണ്ട്, ബാസ്ക്കറ്റൊക്കെ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഇവിടെ ഷോപ്പുകളൊക്കെ ആയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 400 മീറ്റർ ദൂരമാണ്. ആരാധനാലയങ്ങൾ, ഷോപ്പുകൾ, സ്കൂള് എല്ലാമായിട്ടൊരു 400 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ടാർ റോഡാണ് വീട് വരെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.